ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഇന്നൊരു പലഹാരമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു മെക്സിക്കൻ ഐഡിയയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. മെക്സിക്കൻ ഫുഡിൻ്റെ കൂട്ടത്തിലാണ് ബുറിട്ടോസ് ഉള്ളത്. അപ്പോൾ ആ ബുറിട്ടോസ് ആണ്, പക്ഷേ അത് എൻ്റേതായ ഒരു ശൈലിയിലാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ശൈലിയിൽ നമുക്ക് കിട്ടുന്ന ചേരുവകളൊക്കെ വെച്ചിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് ചെയ്യാം. ഓക്കെ, കിട്ടുന്ന ചേരുവ എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഇപ്പോൾ മോസറല്ല ചീസ് ഇതിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് കണ്ടോ, നമ്മളുടെ ജലപ്പിനോ പെപ്പർ, ഇതൊക്കെ സാധാരണയായിട്ട് ഇത് ഇപ്പം എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലുലു പോലെയുള്ള ഔട്ട്ലെറ്റ്സ് എല്ലായിടത്തും ഉണ്ട്, ബിഗ് ബസാർ, പിന്നെന്താ അങ്ങനത്തെ കടകളിലൊക്കെ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്സ്. അപ്പോൾ ഇത് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇത് ചേർത്താൽ നല്ലതായിരിക്കും, മനസ്സിലായില്ലേ? ഇങ്ങനെ പിക്കിൾഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും കൂടി ചേർത്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അത് വേറൊരു ലെവലാണ് ആ ഒരു ടേസ്റ്റ്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഏതാണ് നോൺ വെജ് ആണ്, പിന്നെ ചിക്കൻ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഷീറ്റ്സ് തയ്യാറാക്കാം. അതായത് നമ്മളുടെ ഈ ബുറിട്ടോസിന് വേണ്ട ഷീറ്റ്സ് എന്ന് പറയുന്നത് എന്താ, ചപ്പാത്തി പോലൊരു കാര്യം, അത്രേ ഉള്ളൂ. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി, അപ്പോൾ ചൂട് വെള്ളത്തിലാണ് മാവ് കുഴയ്ക്കേണ്ടത്. അതെ, വെള്ളം ചൂടായി മതി, ഇത്രയും ചൂട് മതി. പിന്നെന്താ, അപ്പോൾ തുടങ്ങാം. ഈ ഒരു പാത്രത്തിലേക്ക്, ഞാൻ ഈ പാത്രത്തിൽ കുഴയ്ക്കാനാണ് വിചാരിക്കുന്നത്. ഇതൊരു 1.5 കപ്പ് മൈദ മാവിലേക്ക്, ഇനി ഈ മൈദ മാവ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗോതമ്പ് മാവിലും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ഉപ്പ് ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മളെന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ. ഒരു 1/4 കപ്പ് എണ്ണ, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ സൺഫ്ലവർ ഓയിൽ. അതിൻ്റെ കൂടെ ഓവർ ചൂടാവണമെന്നില്ല, കുറച്ച് ഒരു ചെറിയൊരു ചൂടുവെള്ളം, ഇച്ചിരി ചൂട് വേണം, ഓവർ ആവണമെന്നില്ല. ആദ്യം ഒരു 1/4 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് പോരല്ലോ, അപ്പോൾ ഇനിയും വേണം അല്ലേ? അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അപ്പോൾ ഞാൻ അളന്നളന്ന് ഒഴിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ മെഷർമെൻറ്റ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഒരു 1/4 കപ്പ് ഞാൻ എടുക്കുകയാണ്, ചെറിയൊരു ചൂടുവെള്ളം. അപ്പോൾ ഇപ്പോൾ 1/2 കപ്പായി ടോട്ടൽ. ഇനി ഇച്ചിരി കൂടെ വേണം. ഒരുപാട് ടൈറ്റും അല്ല, നമുക്ക് ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന രീതിയിൽ. അപ്പോൾ ഈ എല്ലാം കൂടി ചേർത്ത് ഇപ്പം ഞാൻ 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനി കൈ കൊണ്ട് കുഴയ്ക്കാം. കുറച്ച്, അതായത് ഇച്ചിരി വെള്ളം കൂടിയാലും പ്രശ്നമൊന്നും ആക്കണ്ട. എന്താണ് സംഭവിക്കാൻ പോകണം, ഒന്നും സംഭവിക്കാൻ പോകില്ല. കുറച്ച് മൈദ മാവ് കൂടി എക്സ്ട്രാ ചേർത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് ഡോ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്കിതിൽ നിന്നും ഉരുളകൾ ഉരുട്ടി പരത്താം. അപ്പോൾ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് മൈദ മാവ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പരത്താം. സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയാൽ മതി, സെയിം മെത്തേഡ്. ഇത് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിരിക്കുന്നേ ഉള്ളൂ മാവ്, കാര്യം ഇത് മൈദയാണ്, ഗോതമ്പ് മാവല്ല, ചൂടുവെള്ളത്തിലാണ് കുഴച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എന്തായാലും ഉണ്ടാകും. ഇതാണ് നമ്മുടെ ഷീറ്റ്. ഈ രീതിയിൽ എല്ലാം പരത്തിയെടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം, അത്രേ ഉള്ളൂ. ഇത് ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലും ഒരല്പം മൈദ ഇങ്ങനെ ഇടാം, ഒന്ന് ഒട്ടിപ്പിടിക്കണ്ടല്ലോ. ഓക്കെ, അങ്ങനെ നമ്മളുടെ ബുറിട്ടോസിന് വേണ്ട ഷീറ്റ്സ് എല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. 10 എണ്ണം ഉണ്ട്. ഓക്കെ, ഈ അളവിൽ നിന്ന് ഇനി ഞാൻ അടുപ്പിലേക്ക് ദോശക്കല്ലും വെച്ച് കഴിഞ്ഞു. അതായത് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ തവ. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കാം. വാട്ടിയാൽ മാത്രം മതി. ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇടുന്നു. ഒരു സൈഡിൽ നിന്ന് ചെറുതായി വാടി കഴിയുമ്പോൾ തിരിച്ചിടും, അത്രേ ഉള്ളൂ. ഇങ്ങനൊരു വന്നല്ലോ, ഇങ്ങനൊരു ഡിഫറൻസ് കളറിലെ ചെറുതായിട്ട് കാണാമല്ലോ, അത്ര ആവശ്യമുള്ളൂ. കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വാട. ഇങ്ങനെ ഈ രീതിയിൽ ഓരോന്നും എത്ര സെക്കൻഡ്സ് മതി കേട്ടോ, ഒരു മിനിറ്റ് പോലും വേണ്ട ഒരെണ്ണത്തിന്. അടുത്തത് നമുക്കിടാം.
അപ്പോൾ പറ്റുന്നിടത്തോളം കനം കുറച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഷീറ്റ്സ് വാട്ടിയെടുക്കുന്നത്. കഴിഞ്ഞു. അങ്ങനെ 10 എണ്ണവും ഞാനിങ്ങനെ വാട്ടിയെടുക്കുന്നു. 10 ഷീറ്റ്സ്. ഒരു 10 സെക്കൻഡ് ഒരു സൈഡിൽ, 10 സെക്കൻഡ് മറു സൈഡ്, അത്രേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഷീറ്റും റെഡി. അപ്പോൾ എല്ലാ ഷീറ്റ്സും ആയല്ലോ. 10 എണ്ണം കഴിഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് എല്ലാം കൂടി എനിക്ക് ഹാർഡ്ലി 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. നോക്കി. ഇനി ഫില്ലിങ്ങിന് കുറച്ച് പരിപാടി എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ. വെണ്ണ. ഫസ്റ്റ് വേണ്ടത് വെണ്ണ. അടുപ്പിൽ നമ്മൾ ആദ്യം ഒരു 25 ഗ്രാം 25 ഗ്രാംസ് വെണ്ണയാണ് വേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 25. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ പാക്കറ്റല്ലേ. ഓക്കെ. ഇതിൽ നിന്നും ഇതിപ്പോൾ റൂം ടെമ്പറേച്ചർ അല്ല കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഉരുക്കാൻ പോവാണ്. ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഇപ്പോൾ ദേ വെണ്ണ ഉരുകി തുടങ്ങി, ചൂടാകുന്നു. ഇനി ഇതിൽ ആദ്യം ഞാൻ ചേർക്കുന്ന നോക്കിക്കോളൂ, ചതച്ച വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ. അരിഞ്ഞതല്ല, ചതച്ചതാണ്. ഒരു 5-6 എണ്ണം വരും. വലുതാണെങ്കിൽ ഒരു 5 to 6 ഒരു 6-7 വെളുത്തുള്ളി ചതച്ചെടുക്കും. നല്ല മണം വരട്ടെ, മൂക്കുന്ന മണം. ഇനി ഇതൊന്ന് മൂത്തിട്ട് ഞാൻ ഇടാൻ പോകുന്ന ചിക്കൻ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും. ഇത് ഫ്രഷ് ചിക്കനാണ്. ഇത് വേവിച്ചതല്ല കേട്ടോ, വേവിക്കാത്ത കോഴി. ഇതൊരു 200 ഗ്രാം എന്ന് പറയാം. അപ്പോൾ 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പ് ചിക്കൻ്റെ പീസസ്. അപ്പോൾ ഒരു കപ്പ് ഫുള്ള് വേണമെന്നില്ല, ഒരു 3/4 കപ്പായാലും മതി. 200 ഗ്രാംസ് എന്നൊരു അളവ് പറയുകയാണെങ്കിൽ. വെളുത്തുള്ളിയുടെ നല്ല മണം, നല്ല മണം. ചിക്കൻ പീസസ്. ഇതിനൊരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വയറ്റിലാണ് ചിക്കൻ വേകേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ തീ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ഒരല്പസമയം വേണമെങ്കിൽ പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കാം. ഈ ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങുമല്ലോ. നമ്മളിതിന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരല്പം ഉപ്പാകാം. അരയ്ക്കാം. ഓക്കെ. വെയിറ്റിംഗ് ഒരു 5 minutes to 7 minutes ധാരാളം. ഇത് പെട്ടെന്ന് വേഗം. എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ചെറിയ പീസസ് ആയിട്ടല്ലേ മുറിച്ചിരിക്കാം. ബ്രസ്റ്റിൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു ചിക്കൻ്റെ ബോൺസ് മാറ്റിയിട്ടുള്ള, ഇപ്പോൾ തൈയുടെ പീസ്, തൊടയുടെ പീസ്, അങ്ങനെയൊക്കെ ആകാം. ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു സമയം ഞാൻ വെറുതെ കളയുന്നില്ല. ഈ സമയം ഞാൻ എന്താ ചെയ്യാൻ കൊണ്ടെന്ന് നോക്കിക്കോളൂ. അതായത് നമ്മളുടെ മോസറല്ല ചീസിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിന് മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ വളരെ വളരെ നല്ലത്. ഒരു മസ്റ്റ് പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ബൈൻഡിങ്ങിനൊക്കെ ഇതുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഏകദേശം ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയാണ്. ഇതങ്ങനെ മിൽക്കി മിസ്റ്റിൻ്റെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല മോസറല്ല ഏതാണോ അത് വാങ്ങും. അപ്പോൾ മോസറല്ല ഞാനിവിടെ ചുരണ്ടി വെച്ചു, അത് ഗ്രേറ്റ് ചെയ്ത്. പിന്നെ അത് നോക്കിയേ, മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊരു 3-4 ടേബിൾ സ്പൂൺ ആകാം. ഇനി ഒരു ജൂലിയും കൂടി ഉണ്ട്. ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. കുറച്ച്, ഒരുപാടൊന്നും വേണമെന്നില്ല, ആവശ്യാനുസരണം. ഈ ചിക്കൻ എന്തായാലും നോക്കാം. യെസ്, നോക്കിക്കോളൂ. ചിക്കൻ അതിൽ നിന്നും ഇറങ്ങിയ വെള്ളത്തിൽ തന്നെ കിടന്ന് പാകത്തിന് വെന്തു. ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യം ഇട്ട വെണ്ണ അതുപോലെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ചിക്കൻ്റെ പീസസൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സ്റ്റേജിൽ എന്താ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. ഒരു ടേബിൾ സ്പൂൺ ഇത് എന്താണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ്, തരിതരിപ്പായി പൊടിച്ച വറ്റൽമുളക്. ഈ മെക്സിക്കൻ ഡിഷസിലൊക്കെ പൊതുവേ ഇച്ചിരി സ്പൈസിയാണ്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി കേട്ടോ. പക്ഷെ ഇതൊരു ടേസ്റ്റാണ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റാം. നല്ല മണം. ജലപ്പനോ പെപ്പർ ഈ വെള്ളത്തിൽ നിന്ന് ഞാൻ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നു. നമുക്കൊരു അരിഞ്ഞെടുക്കുമ്പോൾ ചെറുതായിട്ട് അരിയണം. ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ കിട്ടുന്ന രീതിയിൽ. ഇതിങ്ങനെ വിനീഗറും ഉപ്പും ഒക്കെ ചേർന്ന വെള്ളം ലായനിയിലാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിലും
ഏതൊരു വെജിറ്റബിൾ വേണമെങ്കിലും ഇതുപോലെ പിക്കിൾഡാക്കി വെക്കാം. നമുക്കിതൊരു 3 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അതിനനുസരിച്ചിട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഫൈൻലി ചോപ്ഡ്. അപ്പോൾ നമ്മുടെ ചില്ലി ഫ്ലേക്സ് എല്ലാം നല്ലതായിട്ട് മൂത്തു പാകത്തിന്. ഇനി എന്താ ഞാൻ ചേർക്കുന്നത് നോക്കിക്കോളൂ. ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ മാവ്. ഇനി മൈദ മാവ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ, കോൺഫ്ലവർ ആയാലും മതി. ഇനി ഗോതമ്പ് മാവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് മൂക്കട്ടെ. അപ്പോൾ മാവ് മൂത്തല്ലോ, എല്ലാം ഓരോ മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തേക്കാണ് ഞാൻ ഈ മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റിക്കി ടൈപ്പ് ഓഫ് ചീസാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. മോസറല്ല ചീസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇങ്ങനെ വല പോലെ നമ്മുടെ പിസയിലൊക്കെ വെക്കുന്ന അതിലിടുന്ന ചീസാണ്. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ അതിങ്ങനെ മെൽറ്റാകുമ്പോൾ ഇങ്ങനെ വല 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 പോലെ ആകും. കണ്ടോ, ഇങ്ങനെ ആകും. അത് കുഴപ്പമില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് ഈ സമയത്ത് പാലൊഴിക്കണം. പാല് ഏതാണ്ടൊരു 3/4 കപ്പ് പാലെടുത്ത് വയ്ക്കും. ഇതെല്ലാം കൂടി കിടന്നൊരു കുഴമ്പ് രൂപത്തിലായിക്കോളും. കാര്യം ഇതെന്തായാലും വൈറ്റ് സോസ് പോലെ ആകും. ചീസ് ചേർന്ന് ഒരു വൈറ്റ് സോസ്, ആഹാ അടിപൊളി. അതൊരു മൈദയൊക്കെ ചേർന്നാണല്ലോ. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ജാൽപ്പനോ പെപ്പർ 3 ടേബിൾ സ്പൂണോളം ചേർക്കും. ഇതെല്ലാം അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വേണ്ട കാര്യം ഇതാണ്, ബിരിയാണി അരി ബസ്മതി റൈസ് വേവിച്ചത് ഒരു 3/4 കപ്പ് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ, ഇത് പക്ഷേ ചോറ് വയ്ക്കുന്ന റൈസ് അല്ല, ഇനി ചോറ് വയ്ക്കുന്ന വെള്ളം അരിയാണെങ്കിലും കുഴപ്പമില്ല, വെച്ചിരി ചോറാണെങ്കിലും കുഴപ്പമില്ല, അതും എടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ, ആവശ്യമില്ല, കഴിഞ്ഞു. ഇനി ഇച്ചിരി മല്ലിയില, ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിരിക്കും. എല്ലാ കാര്യങ്ങളും. ഇനി ഉപ്പ് മാത്രം നോക്കിയാൽ മതി. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കാം. കണ്ടോ കുഴഞ്ഞിരിക്കുന്നത്, ഇതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഫില്ലിങ് ഈസ് റെഡി. ഒരല്പം ഉപ്പും കൂടി വേണ്ടി വരും എന്തായാലും, അതും ചേർത്തു മതി. സോ ഫില്ലിങ് റെഡി. ഇനി നമുക്ക് നമ്മളുടെ ബുറിറ്റോസ് തയ്യാറാക്കാം. അപ്പോൾ കാര്യങ്ങളെല്ലാം റെഡി. ഇനി നമുക്ക് റോൾ ചെയ്ത് തുടങ്ങിയാലോ. ഇതേ നോക്കിക്കോളൂ. ആദ്യം നമ്മളുടെ ഒരു ഷീറ്റ് എടുക്കുന്നു. എന്നിട്ട് അതിങ്ങനെ ഞാനിപ്പോൾ എന്തായാലും കട്ടിംഗ് ബോർഡിൻ്റെ മേളിലാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് ഫില്ലിങ്, ബുറിറ്റോസിന് വേണ്ട ഷീറ്റ് ഫില്ലിങ് നമ്മൾ ആവശ്യത്തിന് നല്ല ആവശ്യമായിട്ട് വയ്ക്കാം, കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ചോറൊക്കെ ഉണ്ട് കേട്ടോ, ഫുൾ ഫില്ലിംഗ് ആണ്, നല്ല വയറ് നിറയുന്ന കാര്യമാണ്. ഇങ്ങനെ സൈഡൊന്നും നമ്മൾ മടക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ കാണാൻ പറ്റണം. ഓക്കെ, അത് കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യും. ഇതിങ്ങനെ ഒട്ടിക്കോളും, കാരണം എന്താ വെച്ചാൽ സൈഡൊക്കെ ഇങ്ങനെ നന്നായിട്ട് റെഡിയാവും. കാരണം ഇതിനകത്ത് മോസറല്ല ചീസ് ഉണ്ടല്ലോ. ഇനി ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. അപ്പോൾ അത് പ്ലേറ്റിലേക്ക് വയ്ക്കണം. വീണ്ടും ബുറിട്ടോ റോളും ഞാൻ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എത്ര രസകരമായ ജോലിയാണിതെന്ന്. ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ. നന്നായിട്ട് ഇതിലിങ്ങനെ ഒട്ടിയിരിക്കും. എന്താ വെച്ചാൽ അകത്ത് ആ ചീസിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടല്ലോ, അത് കാരണം. അപ്പോൾ ഇത് വേറെ നിറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇറച്ചിയുണ്ട്, ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, ചോറുണ്ട്, പിന്നെ ആ എന്താ പറയുക ഇപ്പോൾ ഇവിടെ ചീസും, പിന്നെ എരിവിനാവശ്യമുള്ള കാര്യം അത്യാവശ്യം സ്പൈസിയും ഒക്കെയാണ്. അപ്പോൾ റെഡി. ഇനി അടുത്ത കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിങ്ങനെ ഷാലോ ഫ്രൈ ആണ്. നമ്മളിങ്ങനെ എണ്ണയിൽ വറുത്ത് വരുമല്ല, ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പിയാക്കി, ഔട്ടർ ലെയർ നല്ല ക്രിസ്പിയാക്കി എടുക്കുന്നു. ഇത്രേ ഉള്ളൂ. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഒരു ഫ്രൈങ് പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇച്ചിരി സാധാരണ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, ഇപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണോ അത് തന്നെ യൂസ് ചെയ്തോളൂ. ഇച്ചിരി എണ്ണ അതൊരു 3 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം. അത് ആവശ്യാനുസരണം ഇച്ചിരി കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കുറഞ്ഞു വരുവാണെങ്കിൽ. ഇനി ഇതിലേക്കാണ് നമ്മളിങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബുറിറ്റോസ് ഇങ്ങനെ 2
ആദ്യം നമുക്കൊരു 3 എണ്ണം വയ്ക്കാം. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും ഒരു സൈഡൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മുരിച്ചെടുക്കണം. നല്ല ക്രിസ്പി കരുകരുപ്പായിട്ട് എടുക്കുക. അതാണ് പ്ലാൻ. അപ്പോൾ ഒരു സൈഡ് കുറച്ച് മുരിഞ്ഞ് തുടങ്ങി ഇതേ നോക്കിക്കോളൂ. അതിങ്ങനെ വയ്ക്കണം. ഇനി ഇപ്പോഴത്തെ 1 by 1 കരുകരുപ്പായിട്ട് വരുന്നുണ്ടോ? സമൂസയൊക്കെ മാതിരി. ശരി, ഷാലോ ഫ്രൈ ആണ്, നമ്മളത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ എണ്ണയൊന്നും അങ്ങനെ കുടിച്ചിട്ടില്ല. അപ്പോൾ എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ അവിടെ തന്നെ ഉണ്ട്, വലിയ പ്രശ്നമില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വിഭവം? ഇഷ്ടപ്പെട്ടോ? വളരെ ഈസിയാണ്. പിന്നെ ഇതുപോലെ ആക്കി നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാം. അപ്പോൾ കഴിക്കാൻ സമയമാകുമ്പോൾ മാത്രം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിലും സൂക്ഷിക്കാം. നന്നായിട്ട് കണ്ടെയ്നേഴ്സിലൊക്കെ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. ഇത് നോക്കട്ടെ, ഉണ്ടോ? മറു സൈഡും ഏതാണ്ട് ശരിയായി വരുന്നു. അപ്പോൾ ഇനി സൈഡ്സ് ഇങ്ങനെ ചരിച്ച് വെച്ചാൽ 2 സൈഡും റെഡിയാകും. അതും ഈ കൂട്ടത്തിൽ തന്നെ നടക്കും. ഇങ്ങനെ സൈഡ് ഇങ്ങനെ ആക്കി വെച്ച് സൈഡ്സും കൂടി ഒന്ന് മൊരിച്ചെടുക്കും. കണ്ടതിലത്തിന് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ ആ സൈഡ് ഇങ്ങനെ ആ സൈഡിൽ ഇതുപോലെയുള്ള മറു സൈഡും പാകത്തിന് മൊരിയും. പിന്നെ ഇപ്പുറത്തെ സൈഡും അതുപോലെ ആക്കി വയ്ക്കും. ആ സൈഡ് മൊരിഞ്ഞ് കഴിഞ്ഞു. ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇത് ശരിക്കും ഇനി ബാക്കി നമ്മളിതുപോലെ ഒരിച്ചെടുക്കുന്നു. പെട്ടെന്ന് കേട്ടോ, ഒരു 5 മിനിറ്റൊക്കെ മതി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടുക. അതേ നോക്കിയേ, നല്ല കരുകരുപ്പാണ് അതിൻ്റെ ഔട്ടർ കവറിങ്. അതാണ് വേണ്ടത്. ഇനി വീണ്ടും നമ്മൾ ബാക്കിയിരിക്കുന്നതും കൂടി ഇങ്ങനെ വറുക്കാൻ പോകണം. അപ്പോൾ ഇത്ര എണ്ണം ബാക്കിയുണ്ട്. ഇനി വേണമെങ്കിൽ ഒരല്പം ടേബിൾ സ്പൂൺ ഇത്രയും കൂടി ഒഴിച്ചു കൊടുക്കാം എക്സ്ട്രാ. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത കാര്യം തന്നെ വീണ്ടും സെയിം രീതിയിൽ ആവർത്തിക്കും. എക്സലൻ്റ് ഒരു ഐറ്റമാണ്. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇച്ചിരി തണുക്കാനായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. കാണിക്കട്ടെ, ഇപ്പോഴും ചൂടുണ്ട്. ആ കരുവരിപ്പ് പറ്റുമല്ലോ അല്ലേ. ഔട്ട് സൈഡ് ഭയങ്കര ക്രിസ്പി, ഇൻസൈഡ് നല്ല ഇറച്ചിയും ചോറും ചീസും നല്ല സ്പൈസി ഫില്ലിങ്. നൈസ്. ഓവർ സ്പൈസി അല്ല, ബട്ട് വെരി നൈസ്. ഇനി മൈദ മാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് ചെയ്തോളൂ, കുഴപ്പമില്ല. വെരി വെരി ടേസ്റ്റി, യമ്മി, ടേസ്റ്റി. ഒരെണ്ണം കഴിച്ചാൽ മതി, പറഞ്ഞു പറയും. ഓക്കെ. അപ്പോൾ നല്ലൊരു ബുറിട്ടോസ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരിക, ഉണ്ടാക്കി നോക്കുക. എനിക്കറിയാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. എനിക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ്. ഫോട്ടോഗ്രാഫ്സ് അയച്ചു തരിക, വീഡിയോസ് അയച്ചു തരിക. സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൂടെ റീച്ച് ഔട്ട് ചെയ്യുക. ഞാൻ എല്ലാ കമൻസും വായിക്കുന്നുണ്ടാവും. പറ്റുന്നിടത്തോളം മറുപടിയും തരും. എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു. കരുതരിപ്പ. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം ഇത്ര നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിൽ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെന്താ, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇത് ഷെയർ ചെയ്യുക, ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.